ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഞാൻ രമ ഫൈ, റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ്, ജെസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിയറ്റ്നാമിലും മറ്റും രാജാക്കന്മാർക്ക് കഴിക്കാനായി കൃഷി ചെയ്തു തുടങ്ങിയ ഡ്രാഗൺ പഴം ഇന്ന് കേരളത്തിൽ സുലഭമായി കൃഷി ചെയ്തു വരുന്നു. ഡ്രാഗൺ കൃഷിയിൽ എങ്ങനെ ചെലവ് കുറച്ചുകൊണ്ട് കൂടുതൽ ആദായം ഉണ്ടാക്കാമെന്നും ഇന്നത്തെ വിളവെടുപ്പുമാണ് ഇന്നത്തെ വീഡിയോ. ഇത് എൻ്റെ ഒരു ഡ്രാഗൺ പഴത്തോട്ടമാണ്. ഇവിടെ ഏകദേശം 2 വർഷം മാത്രം ബഡ് റബ്ബർ ടാപ്പ് ചെയ്ത റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് ഞാൻ ഈ ഡ്രാഗൺ തൈകൾ നട്ടത്. 6 മാസമായപ്പോൾ, അതായത് കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ ഇവിടെ നിന്ന് വിളവ് ലഭിച്ചു തുടങ്ങി. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ GI പൈപ്പുകളിലാണ് ഇവിടെ ഞാൻ സിമ്പിളായിട്ടാണ് ഡ്രാഗൺ നട്ടിരിക്കുന്നത്. PC പൈപ്പുകളിലെ പോലെ GI പൈപ്പിലും ഡ്രാഗൺ വേര് നന്നായി സ്പ്രെഡ് ചെയ്തു കൊടുക്കും. GI പൈപ്പ് ആയതിനാൽ തന്നെ ഒരു ചുവട്ടിൽ 3 തൈകൾ വീതമാണ് നട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു മാസത്തിൽ 3 പ്രാവശ്യം നമുക്ക് പഴം പറിക്കാം. ഒരു മാസം ഒരു ചുവട്ടിൽ നിന്ന് 15 കിലോ പഴം വരെ ലഭിക്കുന്നു. ഒരു കിലോ പഴത്തിന് വിപണിയിൽ ഏകദേശം 300 രൂപ വരെ വിലയുണ്ട്. മറ്റ് ഡ്രാഗൺ ചെടികളിൽ നിന്നും കഴിഞ്ഞ വർഷം തുടർച്ചയായി 9 മാസം പഴം ലഭിച്ചു. പഴത്തിനു പുറമെ അത്യുൽപാദന ശേഷിയുള്ള ഈ തണ്ടുകൾക്കും വിപണിയിൽ നല്ല ഡിമാൻഡാണ്. ഇത് 6 മാസം പ്രായമായ തൈകളാണ്. ഇവിടെയും പഴം പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 1 ഏക്കറിൽ ഇങ്ങനെ 500 പോസ്റ്റ് വരെ നമുക്ക് നടാവുന്നതാണ്. തൈ നട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ ചെലവില്ല. തൈ നട്ട ശേഷം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചുവട്ടിലെ കളയാണ്. 2 ആഴ്ചയിലൊരിക്കൽ, കൃത്യമായും പരമാവധി 20 ദിവസത്തിലൊരിക്കൽ കള പറിച്ച് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ അവ മണ്ണിലെ നൈട്രജനും മറ്റു മൂലകങ്ങളും വലിച്ചെടുത്ത് വേഗത്തിൽ വളരുകയും ഡ്രാഗണിൻ്റെ തണ്ടിൻ്റെ വളർച്ച മുരടിക്കുകയും വിളവ് കുറയുകയും ചെയ്യും. മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് വേനൽക്കാലത്തെ അസഹ്യമായ ചൂട് താങ്ങാനാകാത്തതിനാൽ ഞാനിവിടെ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കാറില്ല. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത് വളപ്രയോഗം. ഇവിടെ വിവിധ തരം കമ്പോസ്റ്റുകളും ജൈവ സ്ലറികളും മാത്രമാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. തൈ നട്ടപ്പോൾ മാത്രമാണ് അടിവളമായി ചാണകപ്പൊടി ഉപയോഗിച്ചത്. ഇത് പച്ചിലകൾ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റ് പിറ്റാണ്. ഇവിടെ മദർ കൾച്ചർ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ പച്ചില കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റിനേക്കാൾ വളരെ അധികം പോഷക ഗുണം ഉള്ളതാണ്. ഈ മിക്സഡ് കമ്പോസ്റ്റ് പിറ്റിൽ ചക്ക വേസ്റ്റ്, കരിയില, പച്ചില, ചാരം, ചാണകപ്പൊടി ഒക്കെ ചേർക്കുന്നുണ്ട്. 2 മാസത്തിലൊരിക്കൽ ഇവയൊക്കെ മാറി മാറി നമുക്ക് ഡ്രാഗണിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഇവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റു വളങ്ങളൊന്നും തന്നെ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല. മുള്ളുള്ളതിനാൽ ഡ്രാഗൺ ചെടികൾക്ക് പക്ഷികളുടെയോ പന്നികളുടെയോ കീടങ്ങളുടെയോ ഒന്നും തന്നെ ശല്യം ഇല്ല. പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഒത്തുചേർന്ന ഈ പഴത്തിൻ്റെ ഉപയോഗം നമ്മുടെ നാട്ടിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. വളരെ കുറഞ്ഞ അളവിൽ തുടർച്ചയായി പഴം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഷുഗർ പേഷ്യൻറ്റിന് പോലും കഴിക്കാവുന്ന ഒരു പഴമാണ് ഡ്രാഗൺ പഴം. പൊതുവെ വെള്ള, ചുവപ്പ്, മഞ്ഞ എന്നീ 3 നിറങ്ങളിൽ ഡ്രാഗൺ പഴം ഉണ്ടെങ്കിലും ചുവപ്പ് നിറത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടിലാണ് ബീറ്റ കരോട്ടിൻ കൂടുതലായി അടങ്ങിയിട്ടുള്ളത്. വിപണന സാധ്യത കൂടുതലുള്ളതും ഈ വിഭാഗത്തിലെ പഴങ്ങൾക്കാണ്. ഇനി നമുക്ക് ഇന്നത്തെ വിളവെടുക്കാം. ഒരു ദിവസം ഒരിക്കൽ പോലും പൂർണ്ണമായി വിളവെടുക്കാനാവില്ല. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിളവെടുപ്പിലേക്ക്
വിഭാഗത്തിൽപ്പെട്ട ഡ്രാഗൺ നമ്മുടെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വളരെ നന്നായി തന്നെ കായ്ക്കും. അങ്ങനെ രാജകൊട്ടാരങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഡ്രാഗൺ പഴം ഇന്ന് സാധാരണക്കാരൻ്റെ തീന്മേശയിലും എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.